പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു. കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ KVM ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വയ്ക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല. CPIM എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ ഗാട്ടാ ഗുസ്തി മത്സരം നടന്നു. CPIM എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഗാട്ടാ ഗുസ്തി മത്സരം സംഘടിപ്പിച്ചു. KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. CPIMന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ്. CPIMന്റെ ജില്ലാ സമ്മേളനം ഈ മാസം 25, 26 തീയതികളിൽ എറണാകുളത്ത് ചേരുമ്പോൾ സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള എല്ലാ മത്സരങ്ങളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഏറ്റെടുത്താണ് ഈ സമ്മേളനം നടത്തുന്നത്. അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ച് നടക്കുന്ന മത്സരങ്ങളുടെ പേരുകളെല്ലാം ഗാട്ടാ ഗുസ്തി കൊച്ചിയിൽ നടത്തണമെന്നാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത്. കൊച്ചിയിൽ നടത്താൻ ഏറ്റവും പ്രധാന കാരണം ഫോർട്ട് കൊച്ചി ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കേന്ദ്രമാണ്. അങ്ങനെ ഞങ്ങൾ നിർത്തായിരിക്കുമ്പോഴാണ് ജോർജ് ഏട്ടനെ കൊണ്ട് നടത്തിക്കണമെന്നുള്ള ആലോചന ഞങ്ങൾ പാർട്ടി ഏരിയ കമ്മിറ്റി നടത്തിയത്. ജോർജ് ഏട്ടനെ പറ്റി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ജോർജ് ഏട്ടൻ 80കളുടെ നിറവിൽ നിൽക്കുന്ന ആളാണ് ജോർജ് ഏട്ടൻ. എല്ലാ വർഷവും കാർണിവലും അതുപോലെ അനുബന്ധമായ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ഈ ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് ഗുസ്തി മത്സരം ജോർജ് ഏട്ടൻ സംഘടിപ്പിക്കും. CPIM കൊച്ചി ഏരിയ സെക്രട്ടറി PS രാജം അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം 20 സെമിനാറുകൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി 16 ഏരിയ കമ്മിറ്റികളിലായി സംഘടിപ്പിച്ചു. അതിലൊരു സെമിനാർ കൊച്ചി ഏരിയയിലാണ് സംഘടിപ്പിച്ചത്. സ്ത്രീപക്ഷ രാഷ്ട്രീയം ഇന്ന് എന്ന വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കായിക മത്സരം ഗാട്ടാ ഗുസ്തിയാണ് കൊച്ചിക്ക് കിട്ടിയത്. ആ ഗാട്ടാ ഗുസ്തിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഗുസ്തിക്ക് ഏറ്റവും പേരുകേട്ട ഒരു പ്രദേശമാണ് കൊച്ചി എന്ന് പറയുന്നത്. ഗുസ്തിയെ കുറിച്ച് ഒരു ആമുഖം സ്വാഗതം പറഞ്ഞ അധ്യക്ഷൻ പറഞ്ഞു. ഞാൻ വീണ്ടും CPIM ജില്ലാ കമ്മിറ്റി അംഗം KM റിയാദ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K അജേഷ്, TS ഗിരീഷ്, CPIM ഫോർട്ട് കൊച്ചി ലോക്കൽ സെക്രട്ടറി ക്ലേ സ്റ്റീഫൻ, മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, ഗാട്ടാ ഗുസ്തി പരിശീലകൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ മത്സരം നടന്നു. 32 പുരുഷ ഗുസ്തി താരങ്ങളും 13 വനിതാ ഗുസ്തി താരങ്ങളുമാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത്. മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.